ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിന്റെയോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെയോ അനുമതി ആൻഡോ അഗസ്റ്റിനോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കോ സാറ്റലൈറ്റ് ചാനൽ നടത്താനായി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നത്. KJ ജോസ് സാറ്റലൈറ്റ് ചാനൽ ഡയറക്ടർ അപേക്ഷ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തള്ളി. കാരണം എന്താണെന്നറിയോ? ദേശീയ സുരക്ഷ. ആൻഡോ അഗസ്റ്റിന് ഇങ്ങനെ ഒരു റിപ്പോർട്ടർ ടിവിയുടെ MD എങ്ങനെയായി? അപ്പൊ ഒരു ദേശീയ സുരക്ഷയുടെ ക്ലിയറൻസ്, MHAയുടെ ക്ലിയറൻസ് കിട്ടാത്ത ഒരാള് എങ്ങനെ റിപ്പോർട്ടർ ടിവിയുടെ MD ആയി? അപ്പോ ഇതിന് നിയമപരമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ പുറത്തുവിടട്ടെ, പൊതുജനങ്ങൾ അറിയട്ടെ. അല്ലെങ്കിൽ പറയട്ടെ, ഞങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ഇത് ഒരു ദേശീയ ദുരന്തമായിട്ട് മാറും. അപ്പോ തീർച്ചയായിട്ടും അതിൽ നിന്ന്, ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടാണ് പ്രിയപ്പെട്ട നമ്മുടെ മലയാളികൾ ഇതുപോലെ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ചാനലുകൾ ബഹിഷ്കരിക്കണം. 1 മാസമോ 2 മാസമോ കേരളത്തിലെ ജനങ്ങളും മലയാളികളും വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിന് നിയമപരമായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്, നമ്മൾ മാനസികപരമായിട്ട് കൈകാര്യം ചെയ്യണം. ഇതുപോലെയുള്ളൊരു സ്ഥാപനത്തെ, 10,000-കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ, ഇത്രയും അതിന്റെ റെപ്യൂട്ടേഷൻ തകർത്താനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനത്തെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം ഇവരെല്ലാവരും പറയാണ് ഈ GST വയലേഷനും ഫെമ വയലേഷനും ഈ പറയുന്ന EDയുടെ നോട്ടീസും ഒക്കെ ഉള്ളത് കൊണ്ടാണ് 2020 NDA ചേരാൻ തീരുമാനിച്ചതെന്ന്. അപ്പൊ ഇത്രയും നുണയായിട്ടുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനത്തെ, 10,000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ, 300 കോടി രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാനും, 2020 എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാക്കാനും ഏതോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോ അതുകൊണ്ട് നമുക്കറിയാം, ഇത് എന്റെ മാത്രം അനുഭവമല്ല. ഇതുപോലെ ഒട്ടനവധി ആളുകൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ആരെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ പലരും തുടരും. അപ്പൊ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ളവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിലയ്ക്ക് നിർത്തണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒട്ടനവധി വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അതെല്ലാം ശേഖരിച്ച് അതിന്റെ ആദ്യ പടിയായിട്ട് ഇവർക്ക് നോട്ടീസ് ഞങ്ങൾ കൊടുക്കുകയാണ്. ഈ നോട്ടീസ് എന്ന് പറയുന്നത്, ഇവര് ഏതാണ്ട് 16 പേരുണ്ട്. 16 ആളുകൾക്കാണ് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നത്. ആൻഡോ അഗസ്റ്റിൻ അടക്കം, KJ ജോസ് മാനേജിംഗ് ഡയറക്ടർ, ആൻഡോ അഗസ്റ്റിനെ മാനേജിംഗ് എഡിറ്ററായിട്ടാണ് കാണുന്നത്, മെൽബി ജോസ് ഡയറക്ടർ, റോജി അഗസ്റ്റിൻ ചെയർമാൻ, ജോസ് അഗസ്റ്റിൻ വൈസ് ചെയർമാൻ, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ, നികേഷ് കുമാർ മാനേജിംഗ് ഡയറക്ടർ ഇൻഡോ ഏഷ്യൻ ന്യൂസ്, റാണി വർഗീസ് ഇൻഡോ ഏഷ്യൻ ന്യൂസ്, അരുൺ കുമാർ റിപ്പോർട്ടർ, സ്മൃതി റിപ്പോർട്ടർ, TV സുനിൽ റിപ്പോർട്ടർ, ജിമ്മി ജെയിംസ് റിപ്പോർട്ടർ, TV പ്രസാദ് റിപ്പോർട്ടർ, SS സരൻ റിപ്പോർട്ടർ, വിനീത വേണു റിപ്പോർട്ടർ, അർജുൻ മട്ടന്നൂർ. അങ്ങനെ 16 പേർക്കാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. 250 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ്. ഇത് ആദ്യപടിയാണ്. ഇത് നോട്ടീസിന് ശേഷം ഇവര് ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഇവരിതിന് ഉത്തരവാദികളാണ്. ഇവരുടെയൊക്കെ ഇനി അടുത്ത പടി എന്ന് പറയുന്നത് കോടതിയിൽ
ഈ പറയുന്ന സൂട്ട് ഫയൽ ചെയ്യുക. ആ ഫയൽ ചെയ്യുന്നതിനോടൊപ്പം ഈ 16 പേരുടെയും സ്വത്ത് വകകൾ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിന് പുറമെ ഈ 16 പേരുടെയും പേരില് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യും. കാരണം ഇത് ഇനി ഇങ്ങനൊരു അവസ്ഥ ഒരു ചാനൽ കയ്യിലുണ്ട്, എന്ത് തോന്നിയവാസവും ആരെയും ഉപദ്രവിക്കാം, എന്ത് തെറ്റിദ്ധാരണകളും പരത്താം, എന്ത് വൃത്തികേടുകളും ചെയ്യാം എന്നുള്ള ആ ധാരണ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിനുള്ള നോട്ടീസുകൾ തയ്യാറാക്കി അയച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നടപടികളിലേക്ക് പോകും.